സംസ്ഥാനത്തും വിദേശത്തും ഭാര്യയും ഭർത്താവും 10 കോടിയുടെ അധികം രൂപ വെട്ടിച്ചിരിക്കുന്നു. ആൾക്കാരെ പല രീതിയിലാണ് പറ്റിക്കുന്നത്. കാണാൻ സുമുഖനായ ബിജു ബാലൻ 55 വയസ്സുണ്ട്. ചെട്ടിക്കുളങ്ങ എലഞ്ഞി വീട്ടിൽക്കാരനാണ്. ഭാര്യ കായംകുളം ചിറക്കടവ് വല്ലംതറ രശ്മി ബാബു 44 വയസ്സുണ്ട്. രണ്ടുപേരും കാണാൻ സൗന്ദര്യമുള്ളവരാണ്. ബിജു ബാലൻ പല സ്ഥലങ്ങളിലും സ്ത്രീകളെ സംസാരിച്ച് വലയിൽ വീഴ്ത്തി വിവാഹം ആലോചിക്കും. അവരിന്ന് പല രീതിയിലും പണം തട്ടും. അതിന് ഭാര്യ കൂട്ടാണ്. ഗൾഫ് രാജ്യങ്ങളിലും പല ബിസിനസ്സുകളും തുടങ്ങാൻ പലരെയും നിന്നും പൈസ വാങ്ങിച്ചു അങ്ങനെ പറ്റിച്ച് ജീവിക്കുന്ന ഇവർ ആരെങ്കിലും പോലീസിൽ പരാതി കൊടുക്കുമെന്ന് തോന്നിയാൽ ഇവർ തന്നെ പോലീസിൽ പോയി പരാതി കൊടുക്കും. ഇവർ ഉപദ്രവിച്ചു ദേഹത്തെ മുറിവുണ്ടാക്കും. വലിയ മുറിവുകളൊക്കെ ബിജു ബാലൻ ദേഹത്തുണ്ടാക്കിയിട്ട് ഈ പണം ചോദിക്കാൻ വന്നവർ ഉപദ്രവിച്ചു എന്ന് പറയും. അങ്ങനെ ഒരു ഡിഫൻസിലേക്ക് അവർ പോകും. ഏതായാലും ഇപ്പം പൂയപ്പള്ളി പോലീസ് കൃത്യമായിട്ട് ബിജു ബാലനെയും ഭാര്യയെ രശ്മി ബാബുവിനെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നു. മരട് പോലീസിൻ്റെ സഹായത്തിലാണ് അറസ്റ്റ് ചെയ്തത്. എറണാകുളം മരട് പോലീസിൻ്റെ അതിർത്തിയിൽ ഇവർ ഒളിവിൽ താമസിക്കുകയായിരുന്നു. ഇവരുടെ ഈ കേസിൻ്റെ മോഡസ് ഓപ്പറാൻഡി വളരെയധികം ഫ്രോഡ് നിറഞ്ഞതും വളരെ എല്ലാവരെയും വിശ്വസിപ്പിക്കാത്ത രീതിയിൽ പറ്റിച്ചെടുക്കുന്നതുമാണ്. രണ്ടുപേരും കാണാൻ ഭംഗിയുള്ളവരാണ്, സുമുഖരാണ്, സംസാരിച്ച ആൾക്കാരെ ഒതുക്കും, അവരെ വലയിൽ വീഴ്ത്തും. ഇദ്ദേഹത്തിൻ്റെ തുടക്കത്തിലെ കാര്യങ്ങൾ പല സ്ത്രീകളും അവിവാഹിതരായുള്ള സ്ത്രീകളെ പരിചയപ്പെട്ട് വിവാഹം ആലോചിക്കും. അവരിൽ നിന്ന് പണം അടിച്ചെടുക്കുകയാണ് തുടക്കത്തിലെ ഇങ്ങനെ തുടങ്ങിയത്. ആദ്യം കോഴിക്കോട് ഒരു സ്ത്രീയുമായിട്ട് വിവാഹ ആലോചന നടത്തി. അവർക്ക് ഇഷ്ടപ്പെട്ടു. അവർ കല്യാണം കഴിക്കാതെ നിൽക്കുകയായിരുന്നു. അവരെ നിന്ന് 15 ലക്ഷം രൂപ അടിച്ചു മാറ്റി. എറണാകുളം സ്വദേശിയിൽ നിന്ന് ബിസിനസ്സിൻ്റെ ആവശ്യമാണെന്നൊക്കെ പറഞ്ഞ് യോജിച്ച് ബിസിനസ് ചെയ്യാൻ ഖത്തറിൽ പലരും വീണുപോകും. ഇവർ ഖത്തറിൽ പോയി വരുന്നത് അവർക്കറിയാം. അങ്ങനെ വിശ്വസിപ്പിച്ച ഒരു 20 ലക്ഷം രൂപ എറണാകുളത്ത് ഒരാളിൽ നിന്ന് തട്ടി. കണ്ണൂർ പഴയങ്ങാടിയിലെ ബിസിനസ് നടത്താമെന്ന് പറഞ്ഞ് അവിടെ ഒരാളുമായിട്ട് അടുപ്പം ഇവർ രണ്ടുപേരും കൂടെ കൂടി അയാളുടെ നിന്നൊരു 10 ലക്ഷം രൂപയോളം അടിച്ചെടുത്തു. അതുപോലെ തന്നെ ബിസിനസ് തുടങ്ങാമെന്ന് പറഞ്ഞ് ചവറ സ്വദേശിയിൽ നിന്ന് ഒരു 13 ലക്ഷം രൂപയും അടിച്ചെടുത്തിട്ടുണ്ട്. കോഴിക്കോട് സ്ത്രീക്ക് വിവാഹ വാഗ്ദാനം നൽകി അവരുമായിട്ട് വളരെയധികം യോജിച്ച് മുന്നോട്ട് പോയി, സ്നേഹിച്ച് മുന്നോട്ട് പോയി. അവരുടെ 85 ലക്ഷം രൂപയുടെ വസ്തു വിറ്റ് ആ പണം കൊണ്ട് ഇയാൾ മുങ്ങി. ഒരു വിവാഹ വാഗ്ദാനം നൽകിയിട്ടാണ് അവർ, പ്രായമുള്ള സ്ത്രീയാണ്, അവരുടെ സ്ഥലം 85 ലക്ഷം രൂപയ്ക്ക് വിറ്റ് പണം ഇയാൾക്ക് കൊടുത്തു. ആ രീതിയിലുള്ള വിവാഹ തട്ടിപ്പ് ആണ് കൂടുതൽ ഇവർ നടത്തിയിരിക്കുന്നത്. പിന്നീട് ഇവർ ഖത്തറിൽ അവിടെ ലോകകപ്പ് വന്നപ്പം അടുത്ത നമ്പർ ഇറക്കി അവിടെ ഒരു മെസ്സ് തുടങ്ങാൻ പോവുകയാണ്. ലോകകപ്പ് ധാരാളം ആൾക്കാർ ആഴ്ചകളോളം അവിടെ വന്ന് കിടക്കും. അതുകൊണ്ട് അവിടെ ഒരു മെസ്സ് തുടങ്ങിയാൽ ഫുഡ് മലയാളികളും വിദേശികളും ഒക്കെ വന്ന് പല രാജ്യത്തു നിന്നുള്ള ആൾക്കാർക്ക് അവിടുത്തെ ഹോട്ടലിൽ താമസിച്ച് അത് അഫോർഡ് ചെയ്യാൻ പറ്റാതെ വരും. അതുകൊണ്ട് അവർ മെസ്സ് നടത്തിയാൽ പണം കൊയ്യാം എന്ന് പറഞ്ഞിട്ട് ഇയാൾ കായംകുളത്തുള്ള ഒരാളിൽ നിന്ന് ഏകദേശം ഒരു 20 ലക്ഷം രൂപ, അത് പിന്നെ 40 ലക്ഷം രൂപയായി. അത്രയും വെട്ടിച്ചു. ഖത്തറിൻ്റെ കാര്യം പറഞ്ഞു. ഇതിന് കായംകുളം പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആളെ കിട്ടിയിട്ടില്ല. നിരവധി പരാതികൾ കേരളത്തിൽ ഇവർക്കെതിരായിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഇവർ മരടിൽ ഒളിച്ചു താമസിക്കുന്ന സമയത്ത് എറണാകുളത്ത് പല ആൾക്കാരിൽ നിന്നും പണം സംഘടിപ്പിച്ചിട്ടുണ്ട്, ഇതുപോലെ പറ്റിച്ചിട്ടുണ്ട്. ഏതായാലും അവരൊന്നും വെളിയിലോട്ട് വന്നില്ല. പക്ഷേ ചിലർ അവരുടെ വീട് വിറ്റ് അല്ലെങ്കിൽ അവരുടെ വീട് പണയപ്പെടുത്തി അങ്ങനെ കൊടുത്ത പണം മറ്റ് നിയമ നടപടിയിലേക്ക് വന്നപ്പം ഇവർക്ക് വേറെ മാർഗമൊന്നുമില്ലാതെ പോലീസിൽ പരാതിപ്പെടുകയാണ്. ഏകദേശം 10 കോടി രൂപയോളം പലരിൽ നിന്നും വിവാഹ വാഗ്ദാനം നൽകിയും ഖത്തറിൽ ബിസിനസ് നടത്താമെന്നും പറഞ്ഞ് അങ്ങനെ പല ആൾക്കാരിൽ നിന്ന് പണം സംഘടിപ്പിച്ച് ഖത്തറിലും UAE ഒക്കെ ഇയാൾ ചെയ്തിരിക്കുന്ന അവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. അവിടെയുള്ള മലയാളിയും അല്ലെങ്കിൽ പരിചയമുള്ള അവിടുത്തെ അറബികളുടെ അവിടെ നിന്ന് ഹോൾസെയിലായിട്ട് സാധനങ്ങളെല്ലാം ഇവിടെ കടയിലോട്ട് കൊണ്ടുവരും. തീർച്ചയായിട്ടും അവരന്നേരം സാധനങ്ങൾ കൊടുക്കും. അതിനുശേഷം കടയിൽ ബിസിനസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇത് മൊത്തമായി മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യും. ഒരു 10 കോടി രൂപയുടെ ആണെന്നെങ്കിൽ ഒരു 5 കോടി രൂപയ്ക്ക് അതങ്ങ് കൊടുത്തിട്ട് ആ പണം കൊണ്ട് വലിയും. അങ്ങനെ അവരുടെ കമ്പനി, അതൊരു കമ്പനി, ലിമിറ്റഡ് കമ്പനി വരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ ലിമിറ്റഡ് കമ്പനിയിലെ പണം ഉപയോഗിച്ചിട്ടാണ് ഇതുപോലെ പറ്റിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആ കമ്പനി പൂട്ടി ഇവർ സ്ഥലം വിടും. അങ്ങനെ ധാരാളം രീതിയിൽ ആൾക്കാരെ പറ്റിക്കുകയും നിത്യമായി ഇവർ ഗൾഫ് രാജ്യങ്ങളിൽ സഞ്ചരിക്കുകയും പോയി വരികയും
അതുപോലെ തന്നെ നാട്ടിലെ പലരിൽ നിന്നും ഈ രീതിയിൽ ബിസിനസ് തുടങ്ങാമെന്ന് പറഞ്ഞ് പറ്റിച്ചെടുക്കുകയും ചെയ്ത ധാരാളം കേസുകൾ വന്നു. ഏതായാലും പൂയപ്പള്ളി പോലീസും കായംകുളം പോലീസും ഒക്കെ പല കേസുകൾ എടുത്തിട്ടുണ്ട്. രണ്ടുപേരെയും ഇതുവരെ ട്രേസ് ചെയ്യാൻ പറ്റിയില്ല. ഏതായാലും മരട് പോലീസിൻ്റെ സഹായത്തിൽ ഒരു വിവരം ലഭിച്ചതനുസരിച്ച് പൂയപ്പള്ളി പോലീസ് അവിടെ എത്തി രണ്ടുപേരെയും അറസ്റ്റ് കഴിഞ്ഞ ദിവസം ചെയ്ത് റിമാൻഡ് ചെയ്തു എന്നാണ് വരുന്നത്.